പാതിര കുർബാനയ്ക്ക് പോകാതെ എന്ത് ക്രിസ്മസ് അല്ലേ. അപ്പം നമുക്ക് പാതിര കുർബാനയ്ക്ക് പോയാലോ. ഞങ്ങളങ്ങനെ പള്ളിയിലെത്തി 11:30-ക്കായിരുന്നു ഇവിടെ കുർബാന. 11:45 ഉണ്ണീനെ ഇവിടെ നേരത്തെ ഉണ്ണി ഇറങ്ങി 11:45 പ്രദക്ഷിണത്തോടു കൂടി ഉണ്ണി പുൽക്കൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു രാത്രിയത് കുർബാന ആണെങ്കിലും. അതിനിടയ്ക്ക് അവിടെ കമ്പിത്തിരി മത്താപ്പം ഒക്കെ കത്തിച്ച് പിള്ളേരും ചേട്ടന്മാരും ഒക്കെ ആഘോഷിക്കുന്നുണ്ട്. നമ്മുടെ ജോനും ഇതിനിടയ്ക്ക് പോയിട്ട് കമ്പിത്തിരി മത്താപ്പൊക്കെ കത്തിക്കുന്നുണ്ട് അപ്പം ഞാനും ഉണ്ണിയും ഒരു സൈഡിലേക്ക് മാറി നിന്നു. നല്ല പുകയായിരുന്നു അപ്പോൾ പുൽക്കൂട്ടിലേക്ക് പോയ ഉണ്ണി തിരിച്ച് പള്ളിയിലേക്ക് കയറുന്നുണ്ട്. അത് കഴിഞ്ഞ് കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഇച്ചായനും ജോനും കൂടി പുൽക്കൂട് കാണാൻ പോയിട്ടോ. എന്ത് മനോഹരമായിട്ടാണെന്നറിയോ അവിടെ പുൽക്കൂട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഇതൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനിടയ്ക്ക് ബില്ലും ഉറങ്ങിപ്പോയി അപ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ, ഫോട്ടോ എടുക്കാനായിട്ട് 1-2 സെക്ഷൻസ്, അതുപോലെ 2-3 തരം പുൽക്കൂടുകളും ഒക്കെ വളരെ മനോഹരമായിട്ട് അതിലേറെ പാടുപെട്ടിട്ടാണ് ഇതൊക്കെ അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. അപ്പോൾ നമ്മൾ ഈ പുൽക്കൂട് മുഴുവൻ ഒന്ന് ചുറ്റി കണ്ടു. ഒരു ഗുഹ പോലെ ഉള്ളിലേക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനും ഇച്ചാനും ജോനും കൂടി ചുറ്റിയൊക്കെ കണ്ട് നടക്കുകയാണ്. അതിനിടയ്ക്ക് ഇത് കുഞ്ഞ് കൂട്ടിൽ ജോനും ഒരു ഉണ്ണീശനെ വെച്ചിട്ടുണ്ടെന്ന് കാണിച്ചു തരികയാണ്. ഇതിന് ശേഷം ഞങ്ങൾ പുതിയ ഡ്രസ്സൊക്കെ അല്ലേ, 2 ഫോട്ടോ എടുത്തില്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഓരോ സെക്ഷനിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. കുർബാന കഴിഞ്ഞതിന് ശേഷം മെയിൻ പരിപാടി നോമ്പ് മുറിക്കലാണ്. അപ്പോൾ നമ്മൾ വട്ടയപ്പവും ബീഫും കായും നിന്ന് നോമ്പ് മുറിച്ചിട്ടുണ്ട്. നോമ്പ് മുറിച്ചതിന് ശേഷം നമ്മൾ പള്ളിയിൽ പോയി ഉണ്ണീശോയോട് പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ട് നമ്മളവിടുത്തെ പാപ്പ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലേക്ക് വന്നു. എന്നിട്ട് നമ്മൾ വീട്ടിലത്തെ പുൽക്കൂടിൽ ഉണ്ണീനെ വെക്കണ്ടേ. അപ്പോൾ 2 ഉണ്ണികളും ചേർന്ന് വീട്ടിലത്തെ പുൽക്കൂടിൽ ഉണ്ണീശോനെ കൊണ്ട് വെച്ചു അതിനുശേഷം ഇവിടെയും പടക്കം പൊട്ടിക്കണമല്ലോ. അപ്പോൾ മൂളി ജോന് കത്തിക്കുകയാണ് കമ്പിത്തിരി കൊണ്ട് മൂളി കത്തിച്ചിട്ട് അവനും സന്തോഷിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ബായ്.